സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ മഹേഷ് വടക്കഞ്ചേരിയാണ്. കാരണം മഹേഷ് സ്നേഹാലയം യൂട്യൂബ് ചാനൽ എല്ലാ പ്രേക്ഷകരും നിരന്തരം കാണുന്നത്. അതിലൂടെ നിരന്തരമായിട്ട് നിരവധി ആൾക്കാർ തെരുവോരങ്ങളിലും ഒക്കെ ഉപേക്ഷിക്കുന്നവരെ നമ്മുടെ പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന സ്നേഹാലയം, അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്നേഹഭവനം എന്ന വൃദ്ധസദനത്തിലാക്കാറ്. നിരവധി വീഡിയോസും നിങ്ങൾ കാണാറുണ്ട്. ഈ സ്നേഹാലയത്തിൻ്റെ പ്രവർത്തകർ കണ്ടെത്തുന്ന അന്തോവാസികളും അതിനുപരി തെരുവോരങ്ങളിൽ പല സന്നദ്ധ സംഘടനകൾ ഞങ്ങളെ ഏൽപ്പിക്കുന്ന അനാഥരായ അന്തോവാസികൾ, അതിൻ്റെ ഒരു വീഡിയോയിലേക്കാണ് ഞാൻ വരുന്നത്. അന്ന് എന്തായിരുന്നു, ഇന്നവരെന്താ, ആ വിഷയത്തിന് മുമ്പ് ഞാൻ സുഹൃത്തുക്കളോടൊന്ന് പറയാനുള്ളത്, ചില മാതാപിതാക്കൾ നമ്മുടെ നാട്ടിൽ നിരവധി കൊലകൾ, നിരവധി മക്കൾ മാതാപിതാക്കൾ കൊല്ലുന്നു, അതേ കണക്ക് മക്കൾ കൊല്ലുന്നു, നാട്ടിലെ തട്ടിപ്പുകൾ, നാട്ടിലെ ഒരുപാട് വിഷയങ്ങൾ ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കണം. മക്കൾ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ അവർ സ്കൂളിൽ എത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ എവിടെയാണ്, സ്കൂളിൽ പഠിക്കുന്നുണ്ടോ, ഇതൊക്കെ ചില മാതാപിതാക്കൾ ശ്രദ്ധിക്കാറില്ല. കാരണം ഇന്ന് സമയം ഉണ്ടെങ്കിൽ ടൈമില്ല, ടൈമുണ്ടെങ്കിൽ സമയമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് ഇന്നത്തെ നാട്ടിൻ്റെ പോക്ക്. പക്ഷെ മാതാപിതാക്കൾ ആ സ്കൂളുകളിലൊന്ന് പോയി ഇടയ്ക്ക് ആ മക്കളെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ നിങ്ങൾ മറക്കരുത്. അതിനുപരി നിങ്ങൾ നിരന്തരം വലിയ വലിയ മുന്തിയ ഹോട്ടലുകളും ഒക്കെ പോയിട്ട് ഭക്ഷണങ്ങൾ മക്കൾക്ക് വാങ്ങിക്കൊടുക്കാറുണ്ട്. മക്കളെ സുഖസുന്ദരമായി നോക്കുന്ന മാതാപിതാക്കളാണ്. ഇന്ന് അവരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ മാതാപിതാക്കൾ അത്രയും കഷ്ടപ്പെട്ട് ആ മക്കളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് രാഗം പകലും കഷ്ടപ്പെടുന്ന ചില ഒരുപാട് മാതാപിതാക്കളുണ്ട്. അവർക്ക് വയറ് നിറച്ച് ഭക്ഷണമൊക്കെ വാങ്ങി ഹോട്ടലിൽ നിന്ന് കൊടുക്കുമ്പോൾ നേരെ വീട്ടിലേക്ക് പോകരുത്. നമ്മൾ അതിനൊരു ടൈം കണ്ടെത്തണം. ഒരു 10 മിനിറ്റ് ഇതുപോലുള്ള വൃദ്ധസദനങ്ങളിൽ ആ മക്കളുമായി വന്ന് ഒന്ന് കാണണം. കാണുമ്പോൾ ആ മക്കൾ എന്താ വിലയിരുത്താന്നറിയാം? ഈ കാണുന്നതൊക്കെ മക്കൾ ഉപേക്ഷിച്ചവരും നാട്ടിലുപേക്ഷിച്ചവരും തെരുവോരങ്ങളിൽ കഷ്ടപ്പെട്ട് ദുഃഖിതരായ മാതാപിതാക്കളാണ് ഇത്തരത്തിലുള്ള അനാഥാലയങ്ങളിൽ പാർക്കുന്നത് എന്ന് ആ മക്കൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിവിടെ എത്തുമ്പോൾ അവർ ചിന്തിക്കും. നമ്മൾ ഇത്ര പൊന്നുപോലെ നോക്കുന്ന നാളെ നമ്മുടെ മാതാപിതാക്കളെ ഈ അവസ്ഥയിൽ കൊണ്ട് തള്ളാൻ പാടില്ല എന്ന് അവർ സ്വയം ഒന്ന് ചിന്തിക്കും. അതിനു മുമ്പ് ഈ സ്കൂളുകളിൽ ഒരുപാട് ടൂറുകൾ പോകാറുണ്ട്. ആ ടൂറിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ കുട്ടികൾ വളരെ സന്തോഷമായിട്ടാണ് മാതാപിതാക്കൾ ടൂറിന് വിടുന്നത്. അവർ ആ മാഷന്മാരും ടീച്ചർമാരും അതേപോലെ നമ്മുടെ മറ്റുള്ള പ്രവർത്തകരെല്ലാവരും ഇങ്ങനെയുള്ള അനാഥാലയങ്ങളിൽ കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള മാതാപിതാക്കളെ ഒന്ന് കാണിച്ച് അവരുടെ അനുഭവങ്ങളും മറ്റു കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണമെന്നും കൂടി ഞാൻ പറയുകയാണ്. കാരണം നിരവധി തട്ടിപ്പുകൾ നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് ജനങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കും. കാരണം തട്ടിപ്പുകൾ എന്ന് പറയുമ്പം നമ്മളിന്ന് പകുതി വില തട്ടിപ്പ്, എത്ര ജനങ്ങളെയാണ് ഒരു വ്യക്തി പറ്റിച്ചപ്പോൾ അദ്ദേഹം വിചാരിച്ചു കേരളത്തിലെ ജനങ്ങൾ പമ്പര വിഡ്ഢികളാണ് എന്നാണ് അവൻ വിചാരിച്ചത്. ഒരു നാറിയാണവൻ, ജീവിക്കാൻ എന്തെല്ലാം മാർഗം കിടക്കും. കാരണം അവൻ വിചാരിച്ച് മറ്റുള്ളവർ വിഡ്ഢികളാണ്, ഞാനാണ് മിടുക്കനെന്ന്. അവൻ പകുതി വില തട്ടിപ്പ്. ഇന്നൊരു മിഠായി നിർമ്മിക്കുന്ന കമ്പനിയിൽ നിന്ന് 50 പൈസയ്ക്ക് നമുക്ക് കിട്ടില്ല. ജനം ഒന്നും മനസ്സിലാക്കണം. വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞ് അവനെ പുകഴ്ത്തി ചതുവിലേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് ബറ്റാലിയൻ ടീമുകളുണ്ട് നമ്മളെ നാട്ടിൽ. ചതുവിൽ പെടാണ്ട് നോക്കണം. അവൻ വിചാരിച്ച് നമ്മൾ വിഡ്ഢിയാണ്. പക്ഷേ നിരവധി ആൾക്കാർ, പണം പോയ സഹോദരന്മാർ, കുടുംബ അംഗങ്ങൾ ഇന്ന് നിരവധി സ്റ്റേഷനുകളിൽ പരാതി കൊടുത്ത് അവനെ നമ്മൾ കമ്പി ഉള്ളിലാക്കി. അപ്പം ആരാണ് വിഡ്ഢി? അവൻ തന്നെയാണ്, നമ്മളല്ല. അല്പം പണങ്ങൾ പോയി നമ്മൾ കുറച്ച് ദുഃഖിതരായെങ്കിലും വിഡ്ഢി അവൻ തന്നെയെന്ന് നമുക്ക് ബോധ്യമായി. ഇനി ആ വിഡ്ഢിത്തരങ്ങൾ കേരള ജനതയ്ക്ക് സംഭവിക്കാതിരിക്കട്ടെ. അതിനുപരി ഇനിയൊരു തട്ടിപ്പും കൂടെ ഉണ്ട് കേരളത്തിൽ, ചാരിറ്റി തട്ടിപ്പ്. ഞാൻ തുറന്നു പറയുകയാണ്, ഓരോരുത്തരുടെ പേരുകൾ എടുത്ത് പറയുന്നില്ല.
അത് ജനമാണ് തീരുമാനിക്കേണ്ടത്. അത് ആരാണ് തട്ടിപ്പ്, ആരാണ് നല്ലത്. കാരണം ഇന്ന് നിരവധി അന്തോവാസികൾ പാർക്കുന്ന അനാഥാലയങ്ങളിൽ ഒരു 10 രൂപയുടെ സഹായം കിട്ടുന്നില്ല. ഒരു വമ്പൻ ടീമാണ് ഈ അനാഥാലയത്തിന്റെ മറവിൽ പ്രവർത്തിക്കുന്നത്. കാരണം ഇന്ന് ഒരു രജിസ്ട്രേഷൻ സ്വീകരിച്ചുകൊണ്ട് ഞാൻ അവിടെ കഞ്ഞി കൊടുക്കുന്നു, റോഡിൽ കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവർക്ക് ചികിത്സാ സഹായം കൊടുക്കുന്നു, അവിടെ ഞങ്ങൾ വീൽ ചെയർ കൊടുക്കുന്നു, അവിടെ ബെഡ് കൊടുക്കുന്നു. ഇതൊക്കെ നാട്ടിൽ ആർക്കാ ചെയ്യാൻ പറ്റാത്തത്? ഇതും പറഞ്ഞിട്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന എത്രയോ മഹാമന്നന്മാര്, മന്നന്മാര് തന്നെ അവന്മാര്, നമ്മളൊക്കെ പൊട്ടന്മാരാ, മഹാമന്നന്മാരാണ്. കാരണം ഒരു വ്യക്തിയെ എടുത്ത് സ്വന്തം മാതാപിതാക്കളെ പോലും നോക്കാത്തവരായിരിക്കും. അവർ നോക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള അച്ഛന്മാരുടെയും അമ്മയുടെയും പേരും പറഞ്ഞ് ഈ നാട്ടില് തട്ടിപ്പ് നടത്തി ജീവിക്കില്ല. ഒരിക്കലും നടക്കില്ല. ഇനി അത് ആവർത്തിക്കരുത്. ഒരു വീട്ടിൽ ചാരിറ്റിയുടെ പിരിവും ആയിട്ട് വന്നാൽ ആദ്യം അവിടെ നിർത്തിയിട്ട് കൊടുത്തു വിട്ടിട്ട്, അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായി അവരുടെ ഗൂഗിൾ പേയിലേക്ക് അയച്ചു കൊടുത്തിട്ട് ഞാൻ കൊടുത്തു എന്ന് തൃപ്തരാവരുത്. നമ്മൾ ചെയ്യേണ്ടത് അവരവിടെ നിർത്തിയിട്ട് വിളിക്കുന്ന ആ സ്ഥാപനത്തിൽ, വന്ന സ്ഥാപനത്തിൽ വിളിച്ചു ചോദിച്ച്, നീ എത്ര അന്തോവാസികളെ നോക്കുന്നുണ്ട്, നീ എവിടുന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, നീ എന്തിനാണ് എൻ്റെ വീട്ടിൽ പറഞ്ഞു വിട്ടത്, ഞാൻ കൊടുക്കാൻ തയ്യാറാണ്, പക്ഷെ എത്ര അന്തോവാസികളുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അവർക്ക് സംഭാവനകൾ കൊടുക്കുക. അല്ലാതെ നമ്മൾ വന്നുടനെ കസേര കൊടുക്കുന്നു, കട്ടിൽ കൊടുക്കുന്നു, ബ്ലഡ് കൊടുക്കുന്നു, അന്നം കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിൽ ഇന്ന് ഒരുപാട് പേര് ആ സംഘടനാ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. അവർ പിരിച്ചിട്ടൊന്നുമല്ല. പക്ഷെ അനാഥാലയത്തിന്റെ പേരിൽ വന്നാൽ നിങ്ങൾ സഹായം കൊടുക്കണം. അവരന്വേഷിച്ചിട്ട് സംഭാവന കൊടുക്കണം എന്നാണ് പറയുന്നത്. അവരെ നേരിട്ട് കാണുകയും കൂടി വേണം, വിലയിരുത്തണം. ഇനി അങ്ങനെയുള്ള പേരും പറഞ്ഞ് ഈ കേരളത്തിൽ നിന്ന് ഈ ചാരിറ്റി പ്രവർത്തനവുമായി വീടുകളിൽ എത്തിയാൽ നിങ്ങൾ അപ്പം അതിന് പ്രതികരിച്ചാൽ ഒരുപാട് വ്യാജ പിരിവുകൾക്ക് നമുക്ക് ഓരോരുത്തർക്കും തടയിടാൻ കഴിയും. സുഹൃത്തുക്കളെ, മറക്കരുത്. മാക്സിമം എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ മറക്കരുത്. കാരണം നമുക്ക് നിയന്ത്രിച്ചാൽ നമ്മളെ വീട്ടിൽ ഒരാളും വന്ന് കിടക്കില്ല. അർഹതപ്പെട്ടവൻ മാത്രം നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തെത്തുള്ളൂ. അത് നിങ്ങൾ കൈവിടരുത്. ഇനി ഒന്ന് പറയാനുള്ളത്, കാരണം നിരവധി ചാരിറ്റി തട്ടിപ്പുകൾ കേട്ടും ഒരുപാട് പേരെന്നെ വിളിച്ചും ചോദിക്കാറുണ്ട്. ഇതിനൊന്നും സമാധാനം പറയാത്തവർ. പക്ഷേ ഇപ്പോൾ സന്നദ്ധ സംഘടകർ, കേരളത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നും പല സന്നദ്ധ സംഘടകർ കൊണ്ടിട്ടിരിക്കുന്ന അന്തോവാസികൾ, മകേഷ് സ്നേഹാലയം യൂട്യൂബിലൂടെ കണ്ടെത്തുന്ന അന്തോവാസികൾ, സ്നേഹാലയം ചാരിറ്റബിൾ സൊസൈറ്റി വടക്കഞ്ചേരി കണ്ടെത്തുന്ന അനാഥകളും, അവരുടെ അനുഭവങ്ങളും അവരുടെ ഓരോരുത്തരും അവർ അന്ന് എന്തായിരുന്നു ഇന്നെന്താണ് എന്നുള്ള വീഡിയോയിലേക്കാണ് ഞാൻ പോകുന്നത്. കണ്ടതോ? എന്നെ മനസ്സിലായോ? ഓ, ആരാണ് ആരാണ് ഇതിന്റെ നടത്തിപ്പുകാരൻ അല്ലേ? ആ, എത്ര നാളാണ് തെരുവിൽ എത്ര ചോദിക്കാൻ വരികയാണ്. ആ. അപ്പൊ അച്ഛൻ ഇതിന്റെ ഉടമസ്ഥനാണോ? അച്ഛനാണ് ഉടമസ്ഥൻ. അച്ഛനല്ല, മോനാണ്. മനസ്സിലായി. അപ്പൊ കണ്ണ് കാണില്ല അച്ഛനേട്ടാ. ചോദിക്കണമെന്ന് അച്ഛൻ വിചാരിച്ചു. എത്ര വർഷമാണ് നമ്മള് കടത്തിണ്ണ ഞാൻ കിടക്കാൻ? അങ്ങാടി വന്നിട്ട് 60 വർഷം കഴിഞ്ഞു. 60 വർഷത്തിൽ 22 വർഷവും കടത്തിണ്ണയിൽ ഉറങ്ങി. വയസ്സ് 82 കഴിഞ്ഞു. ഇന്ന് ആ അച്ഛൻ വളരെ മോശമായ അവസ്ഥയിലാണ്. സഹായിച്ച മുന്നോട്ട് മുന്നോട്ട് പോകും. ഇനി അച്ഛനെ കാഴ്ചയും കൂടി ഒന്ന് തിരിച്ച് വേണ്ടത് വേണ്ടത് അല്ല. ചോദിക്കാം, അതെ, പറഞ്ഞാ നമുക്ക് അറിയും. അപ്പൊ അച്ഛന് കാഴ്ച കമ്മിയാണ്. അച്ഛൻ 21 വർഷം കടത്തിണ്ണ കിടന്ന അച്ഛനാണ്. ഏറ്റെടുത്ത് ഇവിടെ കൊണ്ടുവന്നു. ഇന്ന് അച്ഛൻ വളരെ സന്തോഷമായിട്ടിരിക്കുകയാണ്. ആഴ്ച പകല് കുട്ടികളെയൊക്കെ പോയി കാണാതെ നമ്മൾ പെട്ടെന്ന് കാറ്റ് പോയ ആരും നോക്കില്ല. അതാണ് ഇപ്പൊ നോക്കാൻ ഞങ്ങളില്ലേ. ഇപ്പൊ അച്ഛന് വീടുമില്ല, കിടപ്പാടും നമുക്ക് എന്നല്ലേ. എല്ലാം മക്കളും കുടുംബമൊക്കെ കൈവിട്ടു. ജന്മം കൊടുത്തില്ലെങ്കിലും നമ്മള് ജീവിതം കൊടുക്കുന്ന ചില
ബന്ധങ്ങളുണ്ടാവും. അതെ. ജന്മത്തിനേക്കാളും വലുത് നമ്മുടെ ജീവിതം കൊടുക്കുന്ന ഒരു ബന്ധമാണ് വലുത് അല്ലേ? അതെ അത് കൈവിടുമ്പോൾ നമുക്കുണ്ടാകുന്ന ദുഃഖം വലുതല്ലേ? അതെ ശരി. തീർച്ചയായും. അപ്പൊ അതൊന്നും കാര്യമാക്കണ്ട. ആ. കാരണം നന്മകൾ എവിടെയെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ പോലുള്ള വ്യക്തികൾ നിങ്ങളെ സഹായിക്കാനെത്തും അല്ലേ? ഓക്കെ. അല്ലേ? ഇപ്പൊ മറ്റേ എന്താണ് ഈ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് എത്ര വർഷമായി? 4 കൊല്ലമായി. 4 കൊല്ലം. അതിന് മുമ്പ് അച്ഛന് ആ, കാഴ്ചയൊക്കെ ഒരു കണ്ണൊക്കെ കാഴ്ചയുണ്ട്. കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. കാഴ്ച പോയാൽ ഭയങ്കര നിരാശയാണ് അല്ലേ? തീർച്ചയായിട്ടും. പ്രായം അത്ര വലുതായില്ലെങ്കിലും അല്ലേ? അതെ എന്താ ചെയ്യാ അല്ലേ? അതന്നെ. ഇനിയിപ്പം വീട്ടില് ബന്ധുക്കളോ കല്യാണം കഴിച്ച് പിന്നെ വേറെ മക്കള് ഇല്ല, വേറെ ഒന്നുമില്ല. ഈ ഒരു ഇല്ല, ബന്ധത്തിലുള്ള ഇവര് മാത്രമേ ഉള്ളൂ അല്ലേ? ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആരുമില്ല. അതെ. ശരി. അപ്പൊ ഈ അനാഥ മന്ദിരത്തിലേക്ക് വരുന്നതില് സന്തോഷം ആണോ? തീർച്ചയായിട്ടും. അല്ലേ? വേറെ ഇപ്പൊ ആരും ഇല്ലാണ്ട് വേറെ വഴികളൊന്നുമില്ല അല്ലേ? അതെ. എല്ലാം നഷ്ടപ്പെട്ടു പോയി അല്ലേ? അതന്നെ. അതിൽ പ്രതീക്ഷിച്ചിട്ട് വരുന്നുണ്ട്. ആണല്ലേ? ഇനി സങ്കടപ്പെടുവൊന്നും വേണ്ട. ഇല്ല. നമുക്ക് എന്നൊരു വഴി നോക്കാം അല്ലേ? സുഹൃത്തുക്കളെ, നമ്മള് ഓരോ ഘട്ടത്തിൽ ഓരോ അവസ്ഥയിൽ വന്നവരാണ്. പക്ഷെ അത് ഞാൻ വെളിപ്പെടുത്തില്ല. അതൊക്കെ നിങ്ങള് ചാനലിലൂടെ കാണുക. ഇവിടെ സന്തോഷമാണ് നമ്മുടെ ഏട്ടന്മാരെ സുഖമാണോ അവിടെ? വളരെ സുഖമാണ്. അഭിനേട്ടാ? സുഖമാണ്. ഏട്ടാ എന്താ പറയാനുള്ളത്? വളരെ സുഖം. കാഴ്ചയില്ല അല്ലേ? ഏട്ടന് കാഴ്ചയില്ല. പിന്നെ നമ്മളെ ഗിരീഷ് ഏട്ടൻ സുഖമല്ലേ? സുഖം. ഇവരൊക്കെ വളരെ സുഖമാണ്. ഇവർക്ക് ഒരു പ്രശ്നങ്ങളുമില്ല. അടിച്ച് പൊളിച്ചതാ വെളിയിൽ കട്ടിലൊക്കെ കാറ്റും കൊണ്ട് ഇങ്ങനെ സുഖമായിരിക്കുകയാണ്. ഇനി കാലും കൈയും ഒക്കെ വേർപെട്ടു പോയ ഒരുപാട് അമ്മമാര് പല സ്ഥലത്തും നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. ആ അമ്മമാരിലേക്കാണ് ഞാൻ പോകുന്നത്. ഞാനിപ്പോൾ നമുക്ക് കുറച്ച് അമ്മമാരും ഉണ്ട്, അച്ഛന്മാരും ഉണ്ട്. നിങ്ങൾ കണ്ടല്ലോ. ഓരോ അമ്മമാരും നിങ്ങളോട് എന്താ പറയാനുള്ളതെന്ന് അവർ നിങ്ങളോട് പറയും. അമ്മ സുഖാണോ? സുഖാണ്. അതെയാ? അതെ. എവിടെ വീട്? വീട് നിലമ്പൂര്. എല്ലാം ഒന്ന് പറഞ്ഞു കൊടുത്തേ. നിലമ്പൂര് പൂക്കോട്ടുംപാടം ഭാഗത്തേക്ക് പോണ അവിടെയാണ് വീട്. ഞാനും എൻ്റെ ഭർത്താവുമായിരുന്നു താമസം. ഭർത്താവ് മരിച്ചതിൻ്റെ ശേഷം സ്വന്തമായിരുന്നു വീട്ടില്. ഞാനും ഒരു പട്ടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഞാൻ അബോധാവസ്ഥയായിട്ട് വീണത് അറിഞ്ഞില്ല. വീണിട്ട് ദേഹമാസകലം പരിക്കുകളോടുകൂടി നിലമ്പൂർ ആശുപത്രിയിൽ എന്നെ ബോധം നഷ്ടപ്പെട്ട് ഞാൻ നിലമ്പൂർ ആശുപത്രിയിൽ അഡ്മിറ്റായി. അവിടുന്ന് ബോധം കിട്ടിയതിന് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ റഫർ ചെയ്ത് അവിടെ വെച്ച് എൻ്റെ കാലിന് ഇടയ്ക്ക് പഴുപ്പ് കയറി കാരണം കാല് മുറിക്കേണ്ടി വന്നു. മുറിക്കണം എന്ന് നിലമ്പൂരിൽ നിന്ന് പറഞ്ഞു. എനിക്ക് ലെറ്റർ തന്നു. എന്നെ ആംബുലൻസിൽ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. അവിടെ വെച്ച് കാലിൽ എൻ്റെ പാദം മുറിച്ചു മാറ്റി. അതിനുശേഷം ഞാൻ 15 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കാനോ എണീച്ചിരിക്കാനോ ഒന്നും സാധിച്ചില്ല. ഒരു ഭാഗം തളർന്ന പോലെ കിടപ്പായിരുന്നു. ഒരു വെള്ളം പോലും എനിക്ക് കുടിക്കാൻ സാധിച്ചില്ല. ആരെങ്കിലും രോഗികളെ കൂടെ വരുന്നവരൊക്കെ ആയിരുന്നു ഭക്ഷണം തന്നിരുന്നു. അപ്പം അങ്ങനെ ബുദ്ധിമുട്ടിയപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞ് എവിടെയെങ്കിലും ഒരു അനാഥാലയത്തിൽ കിട്ടുകയാണെങ്കിൽ എനിക്ക് പോകായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാൾ മുഖാന്തരം ഞാൻ മഹേഷ് സാറ് സുകുമാരൻ സാറും രമേശ് സാറും 3 പേര് എന്നെ വന്ന് ഡോക്ടർമാരോട് പറഞ്ഞ് എന്നെ ഏറ്റെടുത്ത് ഇങ്ങോട്ട് ഈ വടക്കഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തെ അനാഥ അഭയകേന്ദ്രത്തിൽ എത്തിച്ചു. ഇപ്പൊ എനിക്ക് എണീച്ചിരിക്കാനും എനിക്ക് വെള്ളം കുടിക്കാനുള്ള കഴിവൊക്കെ കിട്ടി. എണീച്ചിരിക്കാനും വീൽ ചെയറിലിരിക്കാനൊക്കെ സാധിച്ചു. പക്ഷെ എൻ്റെ മുറി ഉണങ്ങിയിട്ടില്ല. കാലിന് നടക്കാൻ പറ്റുന്നില്ല. ആ സാഹചര്യമാണ്. നടക്കാൻ പറ്റുമെന്നുള്ള ഏക പ്രതീക്ഷയാണ്. മുറിവ് കംപ്ലീറ്റ് ഉണങ്ങി വരുന്നു. അമ്മയ്ക്ക് ഏക പ്രതീക്ഷയുണ്ട്. അമ്മയ്ക്ക് ഇവിടെ കാലും ഒക്കെ വെപ്പുകാലം റെഡിയാക്കിയിട്ടുണ്ട്. അമ്മയെ ഞങ്ങൾ നടത്തും. അതുപോലെ സ്വന്തം മകളും അമ്മയും ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു അമ്മയാണ്. ഈ അമ്മയ്ക്ക് ആരുമില്ല. ഒരു മകളുള്ളതും അതുപോലെ പിന്നെ നമ്മുടെ ഈ അമ്മ ചേച്ചി മലപ്പുറത്തുള്ളതാണ്. ചേച്ചിയുടെ വീട്ടില് സഹോദരങ്ങളുണ്ട്. അമ്മയച്ഛനൊന്നുമില്ല. സഹോദരങ്ങൾ പോയി കഴിയുമ്പോൾ മറ്റുള്ളവരുടെ ഒരുപാട് പീഡനങ്ങൾ വാങ്ങിയ ഒരു ചേച്ചിയാണ്. ജനങ്ങളെ കാണുമ്പോൾ നമ്മളിവിടെ വരുന്നവരെയൊക്കെ കാണുമ്പോൾ ഇന്ന് എല്ലാം തുറന്ന് നമ്മളോടൊപ്പം സഹകരിക്കുന്ന ഒരു ചേച്ചിയാണിത്. ആ ചേച്ചി അതേ അവസ്ഥയിൽ വന്നു. ഇതുപോലെ
ആ മക്കളെ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോയതാണ്. ചില അമ്മമാര് ചില അനാഥാലയങ്ങളിൽ കൊണ്ടുവന്ന് ആക്കുമ്പം പറയും തൽക്കാലം നിൽക്കട്ടെ, ഞങ്ങൾ ആഴ്ച തോറും വന്ന് ഞങ്ങൾ നോക്കും. ആഴ്ച പോയിട്ട്, മാസം പോയിട്ട്, വർഷത്തിൽ പോലും ഒരു നേരം തിരിഞ്ഞു നോക്കാത്ത ഒരുപാട് മക്കളുണ്ട്. അവര് ഇതുപോലെ നമ്മളൊന്ന് മനസ്സിലാക്കണം. അമ്മയുടെ വീഡിയോ ഒരുപാട് പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ വിലയിരുത്തിയിട്ട് ഒരുപാട് നമ്മുടെ മുസ്ലിം പണ്ഡിതന്മാരൊക്കെ നമ്മുടെ ഈ സ്ഥാപനത്തിലെ ഈ അന്തോവാസികളെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ അമ്മയ്ക്കും ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് അവർ വളരെ ഹാപ്പിയാണ്. അമ്മയുടെ കാര്യം കൂടി ഞാൻ ചോദിച്ചത്. അമ്മ, എന്താണ് സ്നേഹാലയത്തെ കുറിച്ച് പറയാനുള്ളത്? എനിക്ക് ഇവിടെ വന്നതിന് ശേഷം പരമ സുഖമായിട്ട് ജീവിക്കുകയാണ്. വീട്ടിൽ വളരെ കഷ്ടപ്പെട്ട് മക്കൾ നോക്കാൻ ആളില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഇവിടെ കൂടെ നാക്കി പോയി 1 കൊല്ലം കഴിഞ്ഞു. ഇതുവരെ ആരും തിരിഞ്ഞു നോക്കിയിട്ട് 1 കൊല്ലത്തിൽ ഒരു പ്രാവശ്യമാണ് മകൻ വന്ന് കണ്ടുപോയത്. ഇതുവരെ യാതൊരു വിവരവുമില്ല. അപ്പോൾ കാത്തിരിക്കുകയാണ് വരും വിചാരിച്ചിട്ട്, വരുന്നില്ല. എങ്കിലേക്ക് ഇവിടെ മകനേക്കാളും സ്നേഹിക്കാനുള്ള ആൾക്കാർ ഇവിടെ സാറ് ഒന്നാമത്, പിന്നെ ഇവിടെ മാനേജറായിട്ട് രമേശുണ്ട്, രമ്യുണ്ട്, എല്ലാവരും എന്നെ ഇഷ്ടംപോലെ നോക്കുന്നുണ്ട്. യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. സുഖമായി ജീവിക്കണം. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഇനിയ സമയങ്ങൾ മാത്രമേ ഇവരുടെ ജീവിതത്തിലുള്ളൂ. അവസാന ഘട്ടത്തിൽ, അതായത് മണിയാണി വലിയ ബിൽഡിങ്ങുകൾ കെട്ടുമ്പോൾ മണിയാണി എന്ത് ചെയ്യും? ഓരോ കല്ലുകളും വെട്ടിമുറിച്ച് സൗകര്യത്തിൽ കെട്ടിക്കൊണ്ട് ലാസ്റ്റ് മണിയാണി മുറിച്ച് കളയുന്ന ഒരു ചെറിയ കല്ല്, അതായത് ആ മൂലക്കല്ലായിരിക്കും ആ ബിൽഡിങ്ങിന് ലാസ്റ്റ് ഒരു മൂലക്കല്ലായി മാറാൻ. നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചോ, മാതാപിതാക്കളെ ഉപേക്ഷിക്കുമ്പോൾ അവർ ഒരു ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ അവർക്ക് അഭയം കൊടുക്കണ്ടൂ, ആയുഷ്കാലം മൊത്തം കൊടുക്കണ്ട. പക്ഷെ നമ്മൾ മക്കൾക്ക് നിരന്തരം അവർക്ക് ജീവിതം, ബന്ധം, സ്വന്തം ഇതൊക്കെ നമ്മൾ നേടിക്കൊടുക്കുമ്പോഴും അതുപോലെ നേടിക്കൊടുത്ത ഒരു അമ്മയാണിത് എന്ന് നിങ്ങൾ മറക്കരുത്. മുത്തശ്ശിയെ, എന്താണ് സുഖല്ലേ? അതെ, അതെ. ഇവിടെ എങ്ങനെയുണ്ട്? ഇവിടെ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല, സുഖാണ്. ആ, ഒരു തമ്പുരാട്ടിയാണ് നിങ്ങളുടെ, അല്ലേ? അതെ. അതെ, കുളിച്ച് പൊട്ടമാറ്റി സുന്ദരിയായിരിക്കും. എല്ലാവരും വളരെ ഭക്തരാണ്. അവരവരുടേതായ വിശ്വാസങ്ങൾ കൈ മുറുക്കി പിടിച്ച് നിൽക്കുന്ന അമ്മമാരാണ്, അല്ലേ? ഇവിടെ സുഖമല്ലേ? അതെ. ഒരു പ്രശ്നമില്ലല്ലോ? ഇല്ല. ഇല്ല. വെളച്ചമ്മ, എന്താ പറയാ, മുഖത്തിന്റെ ഐശ്വര്യം നോക്ക്. എന്താണ്, ഒരു 2 വരി പാട്ടൊന്ന് പാടുവോ? അറിയില്ലേ? ആ, ദുബായ് പാട്ടുണ്ടല്ലോ, പണ്ടത്തെ ദുബായ് പാട്ട്. എത്രയും ബ്രഹ്മാണ്ട തണ്ടും മാരത്തിന്റെ സോമാരി എന്റെ അമ്മ, കട്ടുക്കാരിൽ മാറി വരത്തിന്റെ അമ്മയാണ് എന്റെ അമ്മ. കടകരമ്മന്റെ ചൂറി വരക്കിണ്ടി ചണ്ണിക്കരക്കര രാജ, കട്ടിക്കര രാജാടി മാണിക്കിന്റെ കണ്ണിക്കരക്കര രാജ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ബോധവും ബുദ്ധിയൊക്കെ പോയി പണ്ടോ. ഇപ്പം അത് തിരിച്ചെടുത്തു. ഒരുപാട് ബുദ്ധിയും ഒക്കെ ഉണ്ട്. ഒരുപാട് പ്രശ്നം ഉണ്ടാകുന്ന അമ്മയ്ക്ക് ബോധങ്ങളൊക്കെ പോയി. മക്കളൊക്കെ ഉണ്ട്, നോക്കാൻ പറ്റാണ്ടായപ്പോഴാണ് ഇവിടെ കൊണ്ടുവന്ന് തള്ളിയിട്ട് പോയി. എപ്പോഴെങ്കിലുമൊക്കെ വരുമോ പോവാന്നൊന്നും നമുക്കറിയില്ല. ഉണ്ടാവും. കാരണം എപ്പോഴെങ്കിലും വന്നാലും വന്നില്ലേലും അമ്മ അവർക്ക് അമ്മയാണ്. ഇത്തരത്തിലുള്ള അമ്മമാരെ ഉപേക്ഷിക്കുമ്പോൾ വളരെ ചെങ്ക് പൊട്ടുവാണ്. ഇതെന്റെ പത്മിനി, എനിക്ക് ഒരു സഹോദരിയാണ്. ഈ പത്മിനി ഒരുപാട് ആ നാട്ടില്, എന്റെ ഈ പത്മിനിയും ഈ അമ്മയും ആ നാട്ടിലും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. മാനസികമായി തകർന്ന് അവള് വീട്ടിലെ സാധനങ്ങളും എല്ലാം എടുത്ത് കെട്ടുമായി നടു റോഡിലിറങ്ങി, ഒരാളും സംരക്ഷിക്കാനില്ലാണ്ട് അവരെ ഏറ്റെടുത്തുന്ന മനുഷ്യ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരു പത്മിനിയും പത്മിനിയുടെ അമ്മയാണ്. അവൾക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. സുഖമാണ് അവിടെ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? സന്തോഷമല്ലേ? സന്തോഷാണ്. ഇടയ്ക്കൊന്ന് വീട്ടിൽ പോയാൽ മതി. വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം? എല്ലാവരും കാണണം, അല്ലേ? അമ്മയ്ക്കൊന്ന് വീട്ടിൽ പോയി അമ്മനെ എല്ലാം കാണാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോകാറില്ലേ കാണാൻ? ഇനിയും നമുക്ക് പോവാം. അവരെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും കേട്ടോ. അടുത്തത്, മലപ്പുറം ജില്ലയിൽ 2 പേര് തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നവർ. ആ 2 പേര് ഇവിടെ ഉണ്ട്. അതിലൊരാളെ ഞാൻ ഇപ്പൊ പരിചയപ്പെടുത്താം. നല്ല ഈ മറ്റേ തമിഴ്നാട് പൊള്ളാച്ചിക്കടുത്തായിരുന്നു അദ്ദേഹത്തിന്റെ വീട്. അവിടെ ഒരു വാടക വീട്ടിലാണ് താമസിച്ചത്. ഒരു കുട്ടിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ അവരുടെ കുടുംബം എവിടെ സ്ഥലം? അങ്ങനെ കുരിശി എന്ന് പറയുന്ന സ്ഥലത്താണ്. പക്ഷെ അവിടെ ഇപ്പം അവരാരും ഇല്ല. ഞങ്ങൾ അവരെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആള് കാലൊക്കെ മുറിഞ്ഞ് വളരെ മോശമായിട്ട് നമ്മുടെ മലപ്പുറത്തെ ഒരു സംഘടനാ പ്രവർത്തകരാണ് ഇവിടെ കൊണ്ടുവന്നത്. അദ്ദേഹത്തെ നമുക്കൊന്ന് കാണാം.
സുഹൃത്തുക്കളെ, മലപ്പുറം ജില്ലയിൽ നിന്നും തെരുവോരങ്ങളിൽ അരിഞ്ഞു തിരിഞ്ഞ് നടന്ന അതിലൊരു സുഹൃത്താണിത്. കാർത്തിയൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം അത്യാവശ്യം സംസാരിക്കുകയൊന്നുമില്ല. കാലൊക്കെ കംപ്ലൈൻ്റ് ആയി ഒരുപാട് അസുഖങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു മാസമായിരുന്നു. ആൾ വളരെ സുഖമായിട്ടിരിക്കുകയാണ്. அண்ணா நல்லா இருக்கா அண்ணா? நல்லா இருக்கு. இங்க நல்லா இருக்கா? ഇഷ്ടപ്പെട്ടാച്ചാ? ഇഷ്ടപ്പെട്ടാച്ച്. സൗഖ്യമാ? വളരെ സന്തോഷമാണ് ആള്. സംസാരിക്കുക പോലും ഇല്ലായിരുന്നു. ഇപ്പം ആ സംസാരം വരെ വീണ്ടെടുത്ത് വരികയാണ്. പ്രേക്ഷകർ കണ്ടല്ലോ, ഇത്തരത്തിലുള്ള ഓരോരുത്തവരുടെയും വന്ന അനുഭവങ്ങളും ഇപ്പോഴുള്ള അനുഭവങ്ങളും ഞങ്ങൾ വീഡിയോയിൽ നിങ്ങൾക്ക് പ്രേക്ഷകർ സമർപ്പിക്കും. ഞാൻ മകേഷ് വടക്കഞ്ചേരി. ഈ സ്നേഹാലയം യൂട്യൂബ് ചാനൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ അന്തോവാസിയെയും ഈ സ്നേഹാലയത്തിനെയും നിങ്ങൾ ഓരോരുത്തരും കൈവിടരുത്. ഞങ്ങളെ സഹായിക്കും, ഞങ്ങളെ തേടിയെത്തും, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷയോടുകൂടി ക്യാമറമാൻ സുമാറിനൊപ്പം മകേഷ് വടക്കഞ്ചേരി. നന്ദി, നമസ്കാരം.